ശ്രീനാരായണ ഗുരുദേവൻ ലൈവായി എന്നതാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. ശിവഗിരിയിൽ നിന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശന് ഗുരു പണി കൊടുത്തു തുടങ്ങി. അദ്ദേഹത്തിന്റെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ കായികമായും ശാരീരികമായും നിയമപരമായും ഒക്കെ അയാൾ ആക്രമിക്കുന്നത് ഇന്നും ഇന്നലെയും കണ്ട കാര്യമല്ല. പണ്ട് വെള്ളാപ്പള്ളി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചൊല്ലിക്കൊട് തല്ലിക്കൊട് ഇല്ലെങ്കിൽ കരിശുകളെ. ഇപ്പൊ മാധ്യമപ്രവർത്തകർ തീവ്രവാദികളായ അയാളുടെ ഫ്രണ്ടിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയതയും തീവ്രവാദവും അഴിച്ചുവിടുന്നതെന്ന് ഇന്നത്തെ കേരള സമൂഹത്തിന് വ്യക്തമായി അറിയാം. ഒരു 22,212 കൊണ്ട് ആൾക്കാരാണ് വെള്ളാപ്പള്ളിയുടെ കൂടെ ഉള്ളത്. എന്നാൽ 35 ലക്ഷത്തിലധികം വരുന്ന ഈഴവർ ഇയാളെ എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് ഇന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ കൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയാനോ ഇയാൾക്കെതിരെ പ്രതികരിക്കാനോ ഇവിടുത്തെ ഭരണകക്ഷികൾ ആരും മുന്നോട്ട് വരുന്നില്ല, ഒരു നേതാക്കളും മുന്നോട്ട് വരുന്നില്ല. ഞാൻ മുമ്പ് ഇവിടുത്തെ ഈ കൊച്ചി പ്രസ് മീറ്റിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, കറവ പറ്റിയ കണിച്ചുകുളങ്ങരയിലെ 2 ഈ മാടുകളാണ് അല്ലെങ്കിൽ പശുക്കളാണ് ഇവര് രണ്ടുപേരും, അപ്പനും മോനും. ഇവരിൽ നിന്നും ഒരു തുള്ളി പാല് പോലും കിട്ടില്ല. എന്നിട്ട് എന്തിനാണ് LDFും BJPയും ഇവരെ കൊണ്ട് അവരുടെ തൊഴുത്തിൽ കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് ആ റെക്കോർഡൊക്കെ നിങ്ങൾക്കറിയാം. ഇതില് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇയാൾ ഈ കപട സ്നേഹം സമുദായ സ്നേഹമൊക്കെ കാണിക്കുന്നു. BJPയുടെ ഭാഗമായി മകൻ നിന്നുകൊണ്ട് ഇയാൾ LDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതിനേക്കാളും വലിയ പറ്റിപ്പാണ് ഈ സമുദായത്തോട് ഇയാൾ ചെയ്തത്. അതായത് നമ്മുടെ SNDPയുടെ ആസ്ഥാന മന്ദിരം ജപ്തിയിലാണ്. ഇയാൾ അത് തിരിച്ചു പിടിച്ചിട്ടുണ്ടോ? ഒരു പോയിന്റ് ചോദിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ 127ഓളം ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. അതില് നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ട കാര്യം, അതില് എന്റെ അറിവനുസരിച്ച് 24ഓളം കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് അതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി ഇയാൾ പലവരെയും മണിയടിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട് പോലീസ് അത് സമർപ്പിക്കുന്നില്ല എന്ന് നമ്മൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ മഹേഷിന്റെ മരണം മാത്രമല്ല, ഈ പുറക്കാട്, അതുപോലെ തന്നെ ഈ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കാട്ടിൽ മാർക്കറ്റ്. ഈ സ്ഥലങ്ങളിലുള്ള ഇത് നമ്മുടെ SNDPയുടെ ആൾക്കാര്, ശാഖാ സെക്രട്ടറിമാര് ആത്മഹത്യ ചെയ്ത വിഷയം ഇതാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? മൈക്രോ ഫിനാൻസിന്റെ പേരിൽ. ആ തട്ടിപ്പ് എല്ലാവരുടെയും തലയിൽ ഇയാൾ വെച്ചു കൊടുക്കുകയാണ്.